ആഴ്ച നിനക്ക് പുറത്തു പോകുവാനും നിൻ്റെ നന്മകൾക്ക് അവിടെ നിന്ന് അകത്ത് വരുവാനും വഴികളെ യേശു തുറക്കും. ഞാൻ രതീഷ്, നിങ്ങൾ അയക്കുന്നത് പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഭക്തൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ അത്ഭുതം അത് സംഭവിക്കുവാൻ ഇടയായി എന്ന് കേൾക്കുന്നതിലും അറിയുന്നതിലും നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അവസരം നൽകിയ, ഇങ്ങനെ ഒരുമിച്ച് സന്തോഷിക്കുവാൻ അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം ലോകം ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാകരുതെന്ന് ലോകം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലോകത്തിനും ഒരു ഇഷ്ടമുണ്ട്, നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവർക്ക് ഒരിഷ്ടമുണ്ട് എന്നും കൊന്നും ഈ ദാരിദ്ര്യവും പറഞ്ഞ് കഷ്ടതയും കണ്ണുനീരും മൂക്കൊലിപ്പീരുമായി അവരുടെ മുമ്പിൽ പോയി നിൽക്കണം, അല്ലേ? അതവർക്ക് വലിയ ഇഷ്ടമാണ്. നിൻ്റെ ഇല്ലായ്മയുടെ ഫാണ്ടം നീ അഴിച്ചു വയ്ക്കുമ്പോൾ, നിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാട്ടി നിന്നെ കുറേ വിധിച്ച്, നിന്നെ കുറേ പഴിച്ച്, നിന്നെ കുറേ ശപിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച തന്ന് വിടാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. അവരുടെ കയ്യിലുള്ളതിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ നീ ഇല്ലാത്തവളായി പോയി നിൽക്കുമ്പോൾ അതിനും അവർക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇഷ്ടമില്ലാത്തതൊന്നുണ്ട്, നിൻ്റെ ഈ കഷ്ടപ്പാടിന് അറുതി വരുന്നത് അവർക്ക് ഇഷ്ടമില്ല. നീ 4 പേരുടെ മുമ്പിൽ നല്ലത് പറയുവാൻ ഉള്ളത് പ്രാപിച്ച് അതേക്കുറിച്ച് സന്തോഷത്തോട് വിവരിച്ച് നിൽക്കുന്നത് പറയുവാൻ അവർക്ക് ഇഷ്ടമില്ല, അല്ലേ? സംശയമുണ്ടോ? ചിരിച്ചുകൊണ്ട് നിങ്ങൾ ചിലരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ചില മുഖങ്ങളൊക്കെ കറുത്തത് കണ്ടിട്ടില്ലേ? അതാ നീ ചിരിക്കുമ്പോൾ അവർക്കൊരു സങ്കടമാണ്, എന്നും കരയണമെന്ന ആഗ്രഹം. അങ്ങനെ അവരുടെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കുവാൻ, ഇനി നീ ചിരിക്കുന്നത് കണ്ട് അവർ കുറച്ച് കരയട്ടെ. ഇതുവരെ നീ കരയുന്നത് കണ്ട് ചിരിച്ചവരാണല്ലോ, കൈയടിച്ചവരാണല്ലോ. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ചിരി കൊണ്ടുവരുവാൻ ചെയ്യുവാൻ പോകുന്ന കാര്യം, അതേക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പ്രാരംഭമായി തന്നെ പറഞ്ഞു. പുറത്തേക്ക് പോകുവാൻ വഴി ദൈവം തുറന്നു തരും. പുറത്ത് നിൽപ്പുണ്ട് നന്മകൾ, കയ്യെത്തും ദൂരത്തെന്ന് പറയും പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് കൈക്കുള്ളിലേക്ക് വരുന്നില്ല. ആണേ സഹോദര, എല്ലാം ഓക്കെയാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞു, ബാക്കി എല്ലാം ഓക്കെയാണ്. ഇനി അതൊന്ന് കയ്യിൽ കിട്ടിയാൽ മതി. ഈ ആഴ്ച അത് നിൻ്റെ കയ്യിൽ കിട്ടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്ന സഹോദര സഹോദരി, എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞ് എല്ലാം ഓക്കെയായി, പക്ഷേ കിട്ടിയിട്ടില്ല. ആ ലോൺ പാസ്സായി, ക്യാഷ് അക്കൗണ്ടിൽ വന്നിട്ടില്ല, ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടില്ല, ആ വിസ വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. ആ തടസ്സം മാറുക. യേശുവിൻ നാമത്തിൽ അത് നിൻ്റെ വീട് തേടി, നിന്നെ തേടി, നിൻ്റെ അക്കൗണ്ട് തേടി വരികയാണ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ചു തുടങ്ങ്. അമേൻ. മുൻപിലുള്ളത് നിന്നിലേക്ക് വരികയാണ്. അത് വരാതെ വണ്ണം ശത്രു അടച്ചു വെച്ച ആ വാതിലിനെ കർത്താവ് തുറന്നു തരും. വരാതിരിക്കുന്നത് കൊണ്ടാണ് പലരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നത്. എല്ലാം ശരിയായി ചേച്ചി, ഒരാഴ്ചക്കകത്ത് എല്ലാം ശരിയാക്കി തരാമെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ 2 ചെറിയ ചിട്ടി. അപ്പം മറിക്കാൻ വേണ്ടി ആ കമ്മലൊന്ന്, ആ മാലയൊന്ന്, അല്ലെങ്കിൽ കുറച്ച് രൂപയൊന്ന്, അയ്യോ വലിയ സങ്കടമല്ലേ? ഇനി സങ്കടപ്പെടണ്ട. അവൻ അത് നിൻ്റെ കയ്യിൽ എൻ്റെ കർത്താവ് തരുവാൻ പോകുക. സ്തോത്രം. അത് കയ്യിലെത്തിയാൽ അങ്ങനെ ആ തടസ്സം മാറിയിട്ടെ, ആ അടഞ്ഞിരിക്കുന്ന മനുഷ്യരും പിശാചും അടച്ചു വെച്ച ആ വാതിൽ തുറന്ന് നിൻ്റെ നന്മ, നീ ആഗ്രഹിച്ചത് നിന്നിലേക്ക് എത്തിയാൽ പിന്നെ കൈനീട്ടേണ്ട ആവശ്യമില്ല. തടഞ്ഞു വെച്ചിരിക്കുന്ന സാലറി നിന്നിലേക്ക് എത്തിയാൽ പിന്നെ നീ കൈനീട്ടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നുവോ? കേൾക്ക്, ആ സാലറി നിൻ്റെ കരങ്ങളിലേക്ക് വരിക, നിൻ്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അത് കയ്യിലെത്തിയാൽ ഓക്കെയാണ്. പക്ഷേ അത് റിലീസാവുന്നില്ല, ഫണ്ട് റിലീസാവുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഒരിക്കലും വീഴത്തില്ല എന്ന് വിചാരിച്ച സൈൻ വീണു, ഒരിക്കലും മൂവാകത്തില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് അത് മൂവായി, എല്ലാം നടന്നു. പക്ഷേ
ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നില്ല. സ്തോത്രം. നീ ഒരു ലാഭം പ്രതീക്ഷിച്ചു, അത് ആവശ്യമാണ്. നിൻ്റെ ഒത്തിരി നാളത്തെ അധ്വാന ഫലം മുഴുവൻ നീ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ഇപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ആരൊക്കെയോ പറയുന്നുണ്ട് അതൊരു പറ്റിപ്പാണ്, അതൊരു സ്കാമാണ്, നീ പറ്റിക്കപ്പെട്ടു. പക്ഷേ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അത് തിരികെ വരും, അത് ലാഭത്തോടെ പ്രോഫിറ്റോടുകൂടെ തിരികെ വരും. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, നിന്നെ നോക്കി പ്രവചിക്കുവാൻ. നീ ആഗ്രഹിച്ചതുപോലെ അത് വർദ്ധിച്ച് നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പറ്റിക്കപ്പെട്ടു എന്ന് ലോകം പറയുന്ന, അതെ, നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നീ ഇപ്പോൾ ചിന്തിച്ചായിരിക്കുന്ന ആ നന്മ പ്രോഫിറ്റോടുകൂടെ നിൻ്റെ കരങ്ങളിലേക്ക് വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിന് തടസ്സമായി അടച്ചു വച്ച വാതിലിനെ എൻ്റെ യേശു തുറക്കുക. ഓ ആമേൻ. അത് കിട്ടാത്തതാണ് മറ്റുള്ളവർക്ക് സന്തോഷിക്കുവാൻ കാരണമായി മാറിയത്. നീ പറയുമ്പോൾ അവിടെ ഒരു ചിരിയ, ആണോ, ഇനി അവർ ചിരി നിർത്തി ഉള്ളം കൊണ്ട് കരയാൻ പോവുക. സ്തോത്രം. നിനക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവരുടെ മുഖം നിനക്ക് കാണാപ്പാടമാണ്. അവരുടെ പേശികളുടെ ചലനവും ചിരിയുടെ രീതിയൊക്കെ നിനക്ക് കാണാപ്പാടമാണ്. നീ അത് കിട്ടിയെന്ന് പറയുമ്പോൾ റെഡിയാണോ? അത് കിട്ടിയെന്ന് പറയുവാൻ തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്നത് നിൻ്റെ കയ്യിൽ കിട്ടി, നീ അത് പ്രാപിച്ചു. യെസ്, ആ തടസ്സം മാറി, അത് നിൻ്റേതായെന്ന് പറയുവാൻ റെഡിയാണോ? അതങ്ങനെ സംഭവിക്കുക. ആ ജോലി നിൻ്റേതായെന്ന് പറയുവാൻ ഒത്തിരി ഇൻ്റർവ്യൂകൾ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി, അവസാന നിമിഷം പോയി. അയ്യോ പാസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുത്തരുത്. മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് ടെസ്റ്റുകൾ എഴുതും, ഒരു വിധത്തിൽ ലിസ്റ്റിൽ കയറി പറ്റും, അവസാന നിമിഷമാകും ലിസ്റ്റ് ലാപ്സായി പോവും, എല്ലാം ശരിയാകും. സങ്കടമല്ലേ? കേൾക്ക്. അതിന് കർത്താവ് അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ തലമുറകൾ അവസാന നിമിഷം തോറ്റു പിന്മാറുന്ന അവസ്ഥയ്ക്ക് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ദൂത് മാത്രമേ ഉള്ളൂ, വചനമില്ലേ? വചനമില്ലാതെ എന്ത് ദൂത്? നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമാണല്ലോ. വചനമില്ലാതെ നമുക്കൊന്നുമില്ല. നോക്കൂ, 2 വാക്യങ്ങൾ, 2 ദൂതാണ് ഞാൻ പറഞ്ഞത്. 2 വാക്യങ്ങൾ 2 ദൂതുകൾക്കും അടിസ്ഥാനമായി ഞാൻ വായിക്കും. ഒന്നാമതായി യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അടുത്ത വാക്യം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലാദൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആയി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 2 ദൂതുകൾക്ക് അടിസ്ഥാനമായി 2 വാക്യങ്ങൾ. അവിടെ സംഭവിക്കുന്നതൊന്നാണ്, ഒരു വാതിൽ തുറക്കപ്പെടും, 2 ദൂതുകൾ നിവർത്തിയാകും. വാതിൽ തുറക്കപ്പെടുമ്പോൾ നീ പോകേണ്ട സ്ഥലത്തേക്ക് നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് പോകും. വാതിൽ തുറക്കപ്പെടുമ്പോൾ പിന്നെയും കാര്യം അതാണ്, പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിൻ്റെ നന്മകൾ, വാതിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്നിലേക്ക് വരാതിരിക്കുന്ന നിൻ്റെ നന്മകൾ നിന്നിലേക്ക് വരും. നോക്കൂ, 8 ദിവസം കഴിഞ്ഞിട്ട്, ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരിടത്ത് കൂടിയിരിക്കുകയാണ്. ചില ദിവസങ്ങളുടെ കാത്തിരിപ്പ്. സ്തോത്രം. പ്രതീക്ഷയോടെ നീ ഓടുകയും നീ പലതും ചെയ്യുകയും ചെയ്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ദിവസം കഴിയെ പേടി കൂടി വരിക. അയ്യോ പാസ്റ്റർ, നല്ല ടെൻഷൻ ആവുന്നുണ്ട് പാസ്റ്റർ. ആദ്യം കിട്ടിയ ഡേറ്റ് അന്നൊരു ടെൻഷനുമില്ലായിരുന്നു. ആ ഡേറ്റ് ചേഞ്ച് ആയപ്പോൾ ഒരല്പം ടെൻഷൻ, വീണ്ടും ആ ഡേറ്റ് ചേഞ്ച് ആയപ്പോൾ അല്പം കൂടെ ടെൻഷൻ. അങ്ങനെ കുറേ ചേഞ്ച് ആയതുകൊണ്ട് പാസ്റ്റർ ഇപ്പോൾ വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത പേടിയാണ്. അതെ, ഒരുപാട് ഡേറ്റുകൾ ചേഞ്ചായി ഭയന്നായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഡേറ്റിന് ഒരു ചേഞ്ച് ഇല്ല. യെസ്, വാതിൽ തുറക്കുക.
ഓ റിബാല മാ ഷേഖനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ഡേറ്റിന് ചേഞ്ച് ഇല്ല, ഈ ഡേറ്റിന് ചേഞ്ച് ഇല്ല. നീ എത്തേണ്ടടുത്ത് എത്തുവാൻ, നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, നിന്റെ ജീവിതം മാറുവാൻ ഈ ഡേറ്റിന്, ഈ അവധിക്ക് ഒരു ചേഞ്ച് ഇല്ല. ഓ അമ്മേൻ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഈ ഡേറ്റിന് ഒരു ചേഞ്ച് ഇല്ല. അപ്പോൾ 8 ദിവസം കഴിഞ്ഞിട്ട് അവരങ്ങനെ കൂടിയിരിക്കുമ്പോൾ 8 ദിവസം കൊണ്ട് ഭയന്ന് പ്രഷർ കുക്കറിനകത്ത് ആവി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഭയം കൊണ്ട് അങ്ങനെ നിൽക്കുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഗലീല പ്രദേശങ്ങളിലും മധ്യ പൗരസ്ത്യ ദേശത്തിലെ പ്രധാന സ്ഥലങ്ങളിലുമൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനൊപ്പം സഞ്ചരിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാർ കേവലം 3.5 വർഷം കൊണ്ട് അറിയപ്പെട്ടവരായി തീർന്ന ശിഷ്യന്മാർ പെട്ടെന്നൊരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടി. 1, 2, 3 പേർ കിടക്കുന്നൊരു റൂമല്ല, ഒരു ചെറിയ സ്ഥലത്ത് ഒരു വലിയ കൂട്ടം ശിഷ്യന്മാരുടെ വലിയ കൂട്ടം, 11 പേരുടെ കൂട്ടം ഒതുങ്ങിക്കൂടി. ഭയം, പുറത്തു വരുവാൻ ഭയം, അവരെ ആരാധനയോടെ ഇന്നലകളിൽ നോക്കിയവരുടെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കുവാൻ ഭയം, അവരെ അത്ഭുതത്തോടെ നോക്കിയവരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുവാൻ ഭയം, അവരുടെ മുമ്പിൽ കൈനീട്ടി അവർ വിളമ്പിക്കൊടുത്തത് ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചവരുടെ മുമ്പിൽ അവർക്കിറങ്ങി നിൽക്കുവാൻ ഭയം. അതേ ഭയമാണ്. ഇന്നലകളിൽ അഭിമാനത്തോടെ നിന്നവരുടെ മുമ്പിൽ നിൽക്കുവാൻ ഭയം. അല്ലേ സഹോദര? അല്ലേ? അന്ന് ആ ജോലി ഉണ്ടായിരുന്നപ്പോൾ, അന്ന് പലതും നിൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ, വീട്ടിൽ നാട്ടിലൊരു വിശേഷം വന്നാൽ നീയാണ് മുഖ്യ സ്ഥാനത്ത്, എല്ലാവരുടെയും ശ്രദ്ധ നീയാണ്. ഓ സ്തോത്രം. ഇന്ന് ആ അവസ്ഥ മാറി. ഇന്ന് ഭയമാണ്, അവരെ കാണുമ്പോൾ തന്നെ ഭയമാണ്. സഹോദരി അല്ലേ? നേരത്തെ നീയും നിൻ്റെ ഭർത്താവും മക്കളും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് പോയി അവിടെ ഇങ്ങനെ പാറിപ്പറന്ന് തുള്ളിച്ചാടി ഹാപ്പി ആയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭർത്താവ് ഒപ്പമില്ല, ആ വിരുന്ന് വീടുകളിൽ പോകുവാൻ കഴിയുന്നില്ല, ബന്ധു വീടുകളിൽ സന്ദർശിക്കുവാൻ കഴിയുന്നില്ല, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ കഴിയുന്നില്ല. ഒത്തിരി ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനില്ലാത്തത് കൊണ്ട് നിൻ്റെ ഭർത്താവ് എവിടെ, എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്, ഞങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലല്ലോ, നിൻ്റെ ഭർത്താവ് മാറിയോ, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പരാതി പറച്ചിലുകളും ചോദ്യങ്ങളും ആ സഹതാപ വാക്കുകളും കേൾക്കുവാൻ മടിച്ച് മുറിക്കകത്ത് ഒതുങ്ങിക്കൂടിയായിരിക്കുന്ന, അതെ ഇപ്പോഴും നീ പ്രാർത്ഥന വിട്ടിട്ടില്ല, നിന്നോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ പുറത്തു വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം വാതിൽ തുറന്നു തരിക. നിൻ്റെ ഭർത്താവിനൊപ്പം എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഇനിയും 4 പേർ കൂടുന്നിടത്ത് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം നിന്നെയും നിൻ്റെ ഭർത്താവിനെയും എൻ്റെ ദൈവം ചേർത്ത് നിർത്തും. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ഓ അമ്മേൻ, അവൻ മടങ്ങി വരും. റബലമാ ഷേഖനെ സഹോദര, അവൾ മടങ്ങി വരും. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ, അതെ വാതിൽ യേശു തുറന്നു തരും. അപ്പോൾ ഒതുക്കപ്പെട്ടു പോകുക, അത് മറ്റുള്ളവർക്ക് ചിരിക്കുവാനുള്ളൊരു കാരണമാണ്. ശിഷ്യന്മാരെ യേശുവിനെ കണ്ടുകൂടാത്തവർക്ക് ഇഷ്ടമില്ല, മീൻസ് യേശുവിനെ ഇഷ്ടമില്ലാത്തവർക്ക് യഹൂദ പുരോഹിതന്മാരുണ്ട്, മറ്റ് പല വാദക്കാരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാലിലും കയ്യിലും വരുന്ന ഓർത്തറൈറ്റിസ് എന്ന് പറയുന്ന വാദമല്ല, വിഖണ്ഡവാദക്കാരുമുണ്ട്. ഈ കാലഘട്ടത്തിലുണ്ടല്ലോ. ആമേൻ. നമുക്കൊരൊറ്റ വാദമേ ഉള്ളൂ, വിശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ വാദം, യേശുവാണ് നമ്മുടെ വാദം. ആമേൻ. സ്തോത്രം. എൻ്റെ യേശുവിന് കഴിയാത്തൊരു കാര്യമില്ല. സ്തോത്രം. പല വാദക്കാരും നിങ്ങളുടെ അടുക്കൽ വരും. യേശു ദൈവമാണോ എന്ന് ചോദിക്കുന്ന ഒരു വാദക്കാർ, യേശു മാത്രമാണ് ദൈവമാണെന്ന് പറയുന്നൊരു വാദക്കാർ, നിത്യത മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്ന് പറയുന്നൊരു വാദക്കാർ, ഈ ലോകത്തിലെ ബാങ്കറാണോ ഡോക്ടറാണോ യേശു എന്ന് ചോദിച്ച് നമ്മുടെ പ്രത്യാശകളെ നഷ്ടപ്പെടുത്തി കളയുന്ന വേറൊരു വാദക്കാർ, ഇനി ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന വാദക്കാർ, ഇങ്ങനെ വാദം പിടിച്ച ഒരു വലിയ സമൂഹം പുറത്തുണ്ട്. നമ്മുടെ വാദം, നമ്മുടെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല. ഓ ടാഗിലോട്ട്, എൻ്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ എൻ്റെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിന് ചെയ്തു തരുവാൻ കഴിയാത്തത് ഒരു കാര്യവുമില്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എൻ്റെ യേശുവിന് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്തത് ഒരു കാര്യവും ഇല്ല. കാരണം അവൻ നിന്നെ സൃഷ്ടിച്ചു. ഓ യെസ്, ആമേൻ. അപ്പോൾ യേശുവിനെ ഇഷ്ടമില്ലാത്തവർക്ക് ശിഷ്യന്മാരെയും ഇഷ്ടമില്ല. അവരൊക്കെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി.
ഓ അമ്മരെ ഇപ്പോൾ ഇവിടെ കാണാനില്ലല്ലോ. ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു. വെള്ളിയാഴ്ച ആണെങ്കിൽ ഉപവാസം, ഞായറാഴ്ച ആണെങ്കിൽ സഭാരാധന, വൈകുന്നേരം ആണെങ്കിൽ ഭവന പ്രാർത്ഥന. വലിയ വലിയ പുള്ളിയായിരുന്നു. ഇപ്പോൾ എന്തോടെ കണ്ടില്ലേ കരഞ്ഞരഞ്ഞിരിക്കുന്നേ. ഇപ്പം പുറത്തൊന്നും കാണാനില്ലല്ലോ, തീർന്നല്ലോ. എത്ര വരെ പ്രാർത്ഥിച്ച് സുഖമാക്കാൻ വേണ്ടി നടന്നതാ. ഇപ്പം എന്തോ രോഗം വന്ന് കിടക്കുന്നു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും കട്ടിൽ ഒഴിയും. അയ്യോ, കേട്ട് സങ്കടപ്പെട്ടു. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണല്ലേ. കർത്താവ്, ഞാൻ ഒരുപാട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ അവസ്ഥയിലായല്ലോ. സങ്കടമാണോ? നോ. അവരുടെ ചിരിയെ നിർത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണുവാൻ പോവുക. യെസ്, ആ രോഗക്കിടക്കയിൽ നിന്ന് നീ എഴുന്നേൽക്കുവാൻ പോവുക. രോഗമെന്ന വാതിലിനകത്ത് നിന്നെ പൂട്ടിയിട്ട ശത്രുവിൻ്റെ തലയെ തകർത്തുകൊണ്ട് ആ രോഗമെന്ന വാതിൽ തുറന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഇനിയും രോഗിയായി നീ നിൻ്റെ മുറിക്കകത്ത് ഒതുങ്ങപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന സഹോദരി, കർത്താവ് രോഗത്തെ സൗഖ്യമാക്കുക. ഓ ശബല റാധൂറിയ ശമന റധരെ ശന്താർഗന. അമേൻ. ഇനിയും രോഗിയായി അവിടെ ഒതുങ്ങിക്കൂടുവാൻ, അവിടെ തന്നെ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നോക്കൂ, അപ്പോൾ പുറത്തുള്ളവർ ചിരിക്കുക, യേശു അകത്ത് വരിക. ആമേൻ. ശിഷ്യന്മാർ കേൾക്കുക യേശുവിൻ്റെ ശബ്ദം. പെട്ടെന്ന് വാതിലൊന്നും തുറന്ന് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഒരുപാട് കാലം പേടിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് മുമ്പിൽ വാതിലൊന്നും തുറന്ന് കിട്ടിയാൽ അവരങ്ങോട്ട് നോക്കത്തുമില്ല. ശിഷ്യന്മാർ കടലിൽ കിടന്ന് മുങ്ങിപ്പോകുമെന്ന് നിലവിളിച്ചപ്പോൾ യേശു അടുത്ത് വരിക. യേശുവിനെ കണ്ട ഉടനെ ശിഷ്യന്മാർ പറയുക, ഭൂതം പറഞ്ഞെന്ന്. അങ്ങനെയാണ്, പെട്ടെന്നൊക്കെ വാതിൽ തുറന്നാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ യേശു വന്നിട്ട് ആശ്വസിപ്പിക്കുക. കേൾക്ക്, നിങ്ങൾ യേശുവിൻ്റെ ശബ്ദം എന്നിലൂടെ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആശ്വാസം പ്രാപിക്കേണ്ട. ആ ടെൻഷനും ഭ്രമവും എല്ലാം മാറി ഒന്ന് കൂളാകുക. നമുക്ക് മുമ്പിലൊരു യാത്രയുണ്ട്. യെസ്, യേശുവെന്നാ ഒന്ന് കൂളാകുക. ആ ടെൻഷനൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് ഒന്ന് കൂളാകുക. ഒത്തിരി യാത്രയുണ്ട്. ആമേൻ, സ്തോത്രം. നോക്കൂ, യേശു അകത്ത് വന്നിട്ട് ശിഷ്യന്മാരെ പുറത്ത് കൊണ്ടുവരിക. വാതിൽ തുറന്ന്, നീ ഇറങ്ങി വാട എന്ന് പറയുകയല്ല. യേശു അകത്ത് വന്ന് ശിഷ്യന്മാരെ പുറത്ത് കൊണ്ടുവരിക. എവിടേക്ക്? നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യെരുശലേമിലും ശമരിയയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ഒന്ന് യെരുശലേം, അവർ പാർക്കുന്ന സ്ഥലം, അവരപ്പോഴായിരിക്കുന്ന സ്ഥലം. ചിലർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുക. സ്തോത്രം. നിൻ്റെ നാട്ടിൽ തന്നെ, നീ ആ സ്ഥാപനം ഇട്ടിരിക്കുന്നിടത്ത് തന്നെ, നീ പഠിക്കുന്ന സ്ഥാനത്ത് തന്നെ, നീ വിവാഹം കഴിഞ്ഞ് കടന്നു വന്ന ഭവനത്തിൽ തന്നെ, നിൻ്റെ മക്കൾ ജനിച്ചു വളർന്ന സ്ഥാനത്ത് തന്നെ അവർ മുഖാന്തരം നീ നിന്ദിക്കപ്പെടുകയും അവർ തലകുനിയുകയും പരാജയപ്പെട്ട് തലകുനിയുകയും ചെയ്ത അതേ സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. ശബല റാധൂറിയ. കർത്താവ് പുറത്തിറക്കി അതേ വാതിൽ തുറന്നു തന്ന് നിൻ്റെ ദേശത്ത് നീ ആയിരിക്കുന്ന, നീ ജനിച്ച് വളർത്തപ്പെട്ട സ്ഥാനത്ത് എൻ്റെ യേശു നിന്നെ മാനിക്കുവാൻ പോകുക. നീ അവിടെ കരഞ്ഞതിന് എൻ്റെ യേശു അവിടെ പ്രതിഫലം തരുവാൻ പോകുക. നീ ആയിരിക്കുന്നിടത്ത് കർത്താവ് നിന്നെ സെറ്റിലാക്കുവാൻ പോകുക. നിൻ്റെ ആ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുക. യെസ്, ആ സ്ഥാപനത്തെ കർത്താവ് അനുഗ്രഹിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതിൻ്റെ സ്ഥിതി മാറുക, ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ മാറും. താങ്കിലോടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. 1 യെരുശലേം, 2 ശമരിയ. അടുത്ത സ്ഥലമാണ്. ആമേൻ. അടുത്ത സ്ഥലം, അടുത്ത ജില്ലയാകാം, അടുത്ത സംസ്ഥാനമാകാം. ഒരു ചേഞ്ച്, ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. കുറച്ചുകൂടെ മക്കളുടെ പഠനാർത്ഥം, ജോലി സംബന്ധമായി ഒരു മാറ്റം ആഗ്രഹിച്ചായിരിക്കുന്നവർ, കർത്താവ് നിങ്ങളോട് പറയുക, മാറ്റത്തിനായുള്ള വാതിൽ കർത്താവ് തുറക്കുക. സ്തോത്രം. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ തളച്ചിട്ട അവസ്ഥയിൽ നിന്ന്, സ്തോത്രം, നിന്നെ ചിലയിടങ്ങളിൽ കൊണ്ടുപോയി മാനിക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചേഞ്ച് കർത്താവ് ഒരുക്കുക. അമേൻ. അപ്പോൾ സഹോദരി റെഡി ആയിക്കോ, ഭവനം മാറാൻ പോവുക. ഷബല റാധൂറിയ ശമന റധരെ ശന്താർഗന. യേശുവിൻ നാമത്തിൽ മോളുടെ വിവാഹം നടക്കാൻ പോവുക. ആമേൻ. പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി. ആമേൻ. അടുത്ത സ്ഥലങ്ങളിലേക്കുള്ളൊരു യാത്ര കർത്താവ് ഒരുക്കുക, അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുക. ഫാമിലിയായിട്ട്, ഒറ്റയ്ക്ക്, ജോലി സംബന്ധമായും,
നിങ്ങളുടെ ബിസിനസ്സിനൊക്കെ അവിധത്തിലുള്ള അഭിവൃദ്ധി കർത്താവ് ഒരുക്കുക. അപ്പോൾ 2 ശമരിയ. 3 ഭൂമിയുടെ അറ്റത്തോളം. എവിടെ? ഭൂമിയുടെ അറ്റത്തോളം. അർത്ഥാൽ ലോക രാജ്യങ്ങളിലേക്ക്, തൊട്ടടുത്ത പ്രദേശം വിട്ട്, തൊട്ടടുത്ത ജില്ല വിട്ട്, തൊട്ടടുത്ത സംസ്ഥാനം വിട്ട്, തൊട്ടടുത്ത രാജ്യം വിട്ട്, അതിന് അകലെയുള്ള രാജ്യങ്ങളിലേക്ക്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അടുത്ത ഭൂഖണ്ഡങ്ങളിലേക്ക്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? ഇപ്പോൾ മുതൽ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായി കഴിയും. ഭൂഖണ്ഡങ്ങൾ, യെസ്, ഭൂഖണ്ഡങ്ങൾ മാറുവാൻ പോകുക. തടസ്സങ്ങളെ കർത്താവ് മാറ്റുക. വിസ വരിക, ആ പേപ്പേഴ്സിൽ സൈൻ വീഴുക. റാധൂരിയ ഷബല റധരെ ഷന്താരകന 3 വർഷമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, 3 വർഷമായി നീ യാത്രയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നു. പക്ഷേ തടസ്സമാണ്. കേൾക്ക്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്തേക്ക് കർത്താവ് വഴി തുറക്കുക. ആ തടസ്സത്തെ എൻ്റെ യേശു നീക്കുകയാണ്. നിൻ്റെ യാത്രയ്ക്ക് തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല മാനുഷിക പൈശാചിക വെല്ലുവിളികളെയും എൻ്റെ യേശു തകർക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ബന്ധനം അഴിയുക, ആ കെട്ടുപൊട്ടുക. നീ പുറത്തു വരിക, നിൻ്റെ തലമുറ പുറത്തു വരിക. ആമേൻ. അവൻ്റെ ജീവിതം മാറുവാൻ, നിൻ്റെ ജീവിതം മാറുവാൻ, നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ എൻ്റെ ദൈവം ആമേൻ രാജ്യങ്ങളുടെ വാതിലുകൾ വാഗ്ദത്തം നിവർത്തിക്കാൻ. ആമേൻ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ വാഗ്ദത്തം നിവർത്തിക്കായി ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ പോകുന്നു. അതിന് വേണ്ടത് കരങ്ങളിൽ നൽകി കർത്താവ് മാനിക്കുവാൻ പോവുക. ആമേൻ. സ്തോത്രം. ആമേൻ. ഒപ്പം പറയുന്നു, സ്തോത്രം. യെരുശലേം, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം. ശമരിയയിൽ നിന്ന് മാത്രമല്ല, യെരുശലേമിൽ നിന്ന് മാത്രമല്ല, ശമരിയയിൽ നിന്നും ചിലർ ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ പോകുക. മീൻസ് ഇപ്പോൾ ചിലർ വിദേശ രാജ്യങ്ങളിലാണ്, അവിടെ നിന്ന് അടുത്ത രാജ്യങ്ങളിലേക്ക്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തേക്ക് കർത്താവ് തൊഴിൽ സംബന്ധമായി യാത്രകളെ ഒരുക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് കൊണ്ടു ചെല്ലുവാൻ പോകുക. നിങ്ങളുടെ എഡ്യൂക്കേഷനെ, നിങ്ങളുടെ പ്ലാനിങ്ങുകളെ കർത്താവ് വേറൊരു ലെവലിലേക്ക് മാറ്റുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ള വഴികളെ, നിങ്ങളുടെ പ്ലാനിങ്ങുകളെ, നിങ്ങളുടെ പദ്ധതികളെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന വഴികളെ എൻ്റെ യേശു തുറന്നു തരിക. അതടച്ചു വച്ച ശത്രുവിന് ഇനി നിനക്ക് മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. വഴി തുറന്ന് വരിക. ആമേൻ. സ്തോത്രം. അപ്പോൾ അത് തുറന്നു തരുമെന്ന് വെറും വാക്കല്ല പറയുന്നത്. നോക്കൂ, 2ാമത് വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധനും സത്യവാനും. അവൻ കള്ളമൊന്നും പറയത്തില്ല. അവൻ നിങ്ങൾ കേൾക്കുന്നത് കള്ളവുമല്ല. വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും. അർത്ഥാൽ യേശു വാതിൽ തുറക്കും, പിന്നെ ആരും അടയ്ക്കത്തില്ല. ഇനി നിന്നെ ആരും ഒതുക്കി കൂട്ടത്തില്ല. ഇനി നിൻ്റെ മക്കളെ ആരും ഒതുക്കി കൂട്ടത്തില്ല. ഇനിയും നിന്നെ അതേ അവസ്ഥയിൽ തന്നെ തുടരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ആമേൻ. ചില വാതിലുകൾ തുറന്നു തരും. നിനക്ക് പുറത്തു പോകുവാൻ മാത്രമല്ല, പല നന്മകളും നിന്നിലേക്ക് വരുവാൻ, പുറത്തു നിൽക്കുന്ന പല നന്മകളും നിന്നിലേക്ക് വരുവാൻ. ഇതുവരെ അടച്ചു വച്ചവർക്ക് ഇനി അടയ്ക്കുവാൻ കഴിയത്തില്ല. ആ നന്മ, ആ നല്ലത്, ആ അനുഗ്രഹം, ആ സന്തോഷം, ആ വർധനവ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് തടസ്സമായി ആ വാതിൽ ഇനിയും ആർക്കും അടച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. യേശു വാതിൽ തുറക്കുക. ആ നന്മ നിന്നിലേക്ക് വരിക. സഹോദരി, വിദേശ രാജ്യത്തെ നന്മ നിൻ്റെ ഭവനത്തിലേക്ക് വരിക. മക്കളുടെ സാലറി നിൻ്റെ ഭവനത്തിലേക്ക് വരിക. യെസ്, ആമേൻ. ചില ഉറവകളെ പുതുതായി നിൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ ദൈവം തുറപ്പിക്കുക. നീ പ്രതീക്ഷിക്കാത്ത ചില ഉറവകളെ ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് നിൻ്റെ ഭവനത്തിനകത്തേക്ക് തുറന്നു തരും. ചില ഒഴിഞ്ഞ കുഴികൾ നിറയുവാൻ, ആ പേഴ്സിലെ ശൂന്യത മാറുവാൻ, അടുക്കളയിലെ ഇല്ലായ്മ, പറഞ്ഞ് കരയുന്ന ദാരിദ്ര്യത്തിന് അറുതി വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ചില വാതിലുകളെ, വഴികളെ തുറന്നു തരും. ഇനിയും അവിടെ അവരുടെ മുമ്പിൽ ആ പരിഹാസ ചിരിക്ക് പാത്രമായി ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം
അനുവദിക്കത്തേയില്ല. റെഡിയാണോ? ഒപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച്, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ കേൾക്കുന്ന അത്ഭുതം, നിങ്ങൾ അനേകരുടെ ജീവിതത്തിൽ കാണുന്ന അത്ഭുതം. ഒരു ദിവസം ആകാശത്ത് മഴ പെയ്തപ്പോൾ, ഒരു ദിവസം മഴ പെയ്തപ്പോൾ തലേ ദിവസം ഇല്ലാത്തതുപോലെ ആലിപ്പഴം വീണു, അങ്ങനെയല്ല. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ പിന്നിൽ ശക്തിയേറിയൊരു പ്രാർത്ഥന ആവശ്യം. പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുവാൻ, ചൂടുകൂട്ടുവാൻ ഉപവാസം ആവശ്യം. വഴി തുറക്കുവാൻ ഉപവാസം നിർബന്ധം തന്നെ. ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട. അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമുമായിട്ട് ലൈവിൽ പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നമ്മൾ ഒരുമിച്ചായിരിക്കും. പ്രോഗ്രാം വളരെ അനുഗ്രഹമായിരിക്കും. നിത്യത അത് നമ്മുടെ ലക്ഷ്യമാണ്. ഒരുമിച്ച് യാത്ര ചെയ്യാം. വൈകുന്നേരവും 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ജോയിൻ ചെയ്ത് നോക്കും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാക്കളെ നേടുവാൻ ദാഹമുള്ളവരായി നിങ്ങൾ മാറിയിരിക്കുന്നു എങ്കിൽ, ഒപ്പം ചേർന്ന് ആത്മാക്കളെ നേടുവാനും ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലർക്കും പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുവാൻ, കളിയാക്കുവാൻ കാരണമാകും വിധത്തിൽ വഴികളെല്ലാം അടയപ്പെട്ട് ഒതുക്കപ്പെട്ട ഇവർക്ക് മുമ്പിൽ അങ്ങ് വഴി തുറക്കണമേ. നന്മയിലേക്ക്, നല്ലതിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് സ്വർഗം വഴി തുറന്ന് ഇവരെ നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇവർ പ്രാപിച്ചെടുക്കേണ്ട നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഇവർ പ്രാപിക്കട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗം അങ്ങ് ഒരുക്കി നൽകണമേ. എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വിശാലത വെളിപ്പെടട്ടെ. വർധനവ് വെളിപ്പെടട്ടെ. ഇവരുടെ വർധനവിനും പ്രാപിക്കലിനും വിരോധമായി നിൽക്കുന്ന മാനുഷിക വൈശാചിക വെല്ലുവിളികളെ നസ്രേനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ട മനുഷ്യനെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. പിശാചിൻ്റെ പ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ലഭിക്കേണ്ട സാലറികൾ ലഭിക്കട്ടെ. സാലറി കുടിശ്ശികൾ ലഭിക്കട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. വിസിറ്റിംഗ് വിസകൾ കടന്നുപോയവർ നല്ല ജോലികൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിദേശ തൊഴിൽ സ്വപ്നം കണ്ട് IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്ന പ്രിയ സഹോദരീ സഹോദരന്മാർ സ്വർഗമങ്ങ് മാനിക്കണമേ. അവരുടെ ബുദ്ധിക്ക് കഴിയാത്തത് പ്രാർത്ഥനയിലൂടെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമങ്ങ് സൗഖ്യമാക്കിയാട്ടെ. എല്ലാ രോഗങ്ങളും മരണകാരണമെന്ന് സ്വയം വിലയിരുത്തി വിലപിച്ച് കരയുന്ന എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. തലമുറകളുടെ മുൻപോട്ടുള്ള ജീവിതവും ഭാവിയും അനുഗ്രഹമായി തീരട്ടെ. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. അതിനുവേണ്ട നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവേ, ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.